ഈറാഖ് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു അച്ചൈതു മക്കത വൽ മദീന, മദീനയിലും മക്കയിലും ഞാൻ വന്നു. അവിടെ താലിമീങ്ങളിൽ നിന്ന് മുഴുവനും ഞാൻ ഇൽമ പഠിച്ചിട്ടുണ്ട്. മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു, മഖ്ഹൂൽ എന്നവർ പറയാം, അവിടെ മുഴുവൻ ഇൽമ പഠിച്ചു. മക്ക മദീനയിൽ നിന്ന് കഴിഞ്ഞില്ല. വഅച്ചൈതു ശാം, അത് മാത്രമേ ബാക്കിയുള്ളൂ. ഏഷ്യൻ കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ ഇൽമിന്റെ പ്രചരണം നടന്ന ഹിജാസിന്റെ അങ്ങറ്റം കിടക്കുന്ന ഷാമിൽ ഞാൻ ചെന്നു. ഷാമാണ് ഇന്നത്തെ ജോർദാൻ, ഇന്നത്തെ ഫലസ്തീൻ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ലെബനോൻ ഷാമാണ്. അവിടെ ചെന്ന് മുഴുവൻ പണ്ഡിതരെയും കണ്ട് ഞാൻ ഇൽമ പഠിച്ചിട്ടുണ്ട് എന്ന്. അടിമത്ത മോചനത്തിന് ശേഷം മാത്രം രാജ്യങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ ചര്യയായിരുന്നു അത്. അങ്ങനെ പഠനം നടത്തിയ മഹാനാണ്. നമ്മുടെ കിതാബുകളിൽ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ഒക്കെ ഇന്ന് ചൊല്ലിക്കൊടുക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാമ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു. ഷാമും ഇറാഖും മക്കയും മദീനയും മിസ്റും എല്ലാം ഞാൻ പഠിച്ചു. ഇതൊക്കെ പറയണമെങ്കിൽ ധൈര്യം വേണ്ടേ? ഇത്രയും വലിയ പഠനം നടന്നു, ഇത്രയും വലിയ പഠനം നടന്നു. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാത്ത ആളുകളുണ്ടോ പണ്ഡിതന്മാരിൽ? അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു കാന അബ്ദൻ ലിനിസാഇ മക്ക, മക്കയിലെ ചില പെണ്ണുങ്ങളുടെ അടിമയായിരുന്നു മഹാനവറുകൾ. സബ്ബത്തുൽ അൻഫ്, മൂക്കൊക്കെ ചപ്പിപ്പോയി, വളരെ വികൃതമായ രൂപമായിരുന്നു. കറുത്ത വർഗക്കാരനാണ്, കാണാൻ തീരെ ഭംഗിയില്ലാത്ത ആളാണ്. കാന അഅ്വറ, ചില തർജുമകളിൽ മഹാനവറുകളെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ ബയോഗ്രഫിക്കാണ് അറബിയിൽ തർജുമ എന്ന് പറയാം, നമ്മള് പരിഭാഷ എന്ന് പറയും. പക്ഷേ അവരുടെ ബയോഗ്രഫികളിൽ മഹാനവറുകൾ ഒറ്റക്കണ്ണുള്ള ആളായിരുന്നു അത്രേ. ഒരു കണ്ണേ ഉള്ളൂ, മൂക്ക് വളരെ ചപ്പിപ്പതിഞ്ഞത്, ശരീരം കറുത്തത്. അടിമയായിരുന്നു മക്കക്കാരുടെ. ആ മഹാനായ പണ്ഡിതനാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഫത്വ നടക്കുന്ന. മക്കയിൽ ഒരു ആലിമ് പോലും ഫത്വ കൊടുക്കില്ലായിരുന്നു. മഹാനായ അതാ ഇബ്നു അബീ റബാഹ് എന്നവർ ജീവിച്ചിരിക്കുമ്പോ. എന്തുകൊണ്ട്? അടിമത്തത്തിൽ നിന്ന് മോചനം വിജ്ഞാനത്തിലൂടെയാണ്. നമ്മൾ വിചാരിച്ചു മനുഷ്യന് സ്ഥാനം കിട്ടുന്നത് പൈസയിലൂടെയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പൈസക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയത്, അല്ലേ? അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കുക, പൈസ കൊണ്ടാണ് ജീവിതം എന്നാ ചിന്തിക്കുക. അതിനുവേണ്ടിയാണ് ഓട്ടം, പൈസയുണ്ടാക്കാനാണ് ഓട്ടം. നട്ടോട്ടം ഓടുന്ന നമ്മുടെ നഗരങ്ങളിലൂടെ, റോഡുകളിലൂടെ, വീഥികളിലൂടെ ഓടുന്ന ബസ്സുകളും കാറുകളും വാഹനങ്ങളും ബൈക്കുകളിൽ മുഴുവനും ബഹുഭൂരിപക്ഷം ഓടുന്നത്, ബഹുഭൂരിപക്ഷത്തിന്റെ യാത്രാ ലക്ഷ്യം ഒരു പക്ഷേ പൈസയുണ്ടാക്കലും സമ്പാദിക്കലും മാത്രമായിരിക്കണം. അതല്ലേ നടക്കുന്നത്. വിജ്ഞാനം തേടിയുള്ള യാത്ര എത്രയാ നടക്കുന്നത്? വളരെ കുറച്ച്. ത്യാഗം ചെയ്യാനുള്ള യാത്ര എത്രയാ നടക്കുന്നത്? വളരെ കുറച്ച്. മനുഷ്യൻ വിചാരിച്ചു സ്ഥാനം കിട്ടുന്നത് സമ്പത്തിലൂടെയാണെന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാലഘട്ടം